എവർക്കും നമസ്കാരം. വേറ്റു ആനന്ദമയ യോഗ സെൻറ്ററിൻ്റെ കർക്കിടക മാസത്തിലെ ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ റിയൻ അലക്സ് റബല്ലോ KAS ഡെപ്യൂട്ടി കളക്ടറാണ്. ഈ പരിപാടിയുടെ വിഷയ അവതരണം നടത്തുന്നത് ഡോക്ടർ അശ്വതി, കൺസൾട്ടൻറ്റ് ആയുർവേദിക് ഗൈനക്കോളജിസ്റ്റ് ഇൻ അപ്പോളോ ആയുർവേദിക് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. മാഡത്തിൻ്റെ കഴിഞ്ഞ 14-15 വർഷമായി ആയുർവേദ രംഗത്ത് പരിചയമുള്ള, ഗവേഷണത്തിലും സ്ത്രീരോഗ വിഷയത്തിലുമൊക്കെ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർ അശ്വതി ആണ് ഈ പരിപാടി നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ലോകത്തുള്ള ആനന്ദമയ യോഗ സെൻറ്ററിൻ്റെയും എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ പരിശ്രമം എന്ന നിലയിലാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി AT. ഞാനിവിടെ ഡൽഹിയിൽ അപ്പോളോ ആയുർവേദ് ഹോസ്പിറ്റൽസ് എന്ന കമ്പനിയിൽ ആയുർവേദ ഡോക്ടറാണ്. ഇന്നിവിടെ ആനന്ദമയ യോഗ കളരി റിസർച്ച് സെൻറ്ററുമായി കൂടിച്ചേർന്ന് ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഏറെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ആദ്യമേ തന്നെ ആയുർവേദം എന്താണ് എന്ന് പറയട്ടെ. നമ്മുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി എന്തെല്ലാം ചെയ്യണം, ചെയ്യരുത് എന്ന് ശരിയായി മനസ്സിലാക്കി തരുന്നൊരു ശാസ്ത്രമാണ് ആയുർവേദം. മോഡേൺ അലോപ്പതി ചികിത്സ പോലെ അസുഖം വരുമ്പോൾ ചികിത്സിക്കുക എന്ന് കൂടാതെ ആരോഗ്യം നിലനിർത്തുവാനുള്ള വഴികൾ കൂടി ഈ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം ത്രിദോഷ തത്വത്തിലാണ്. വാതം, പിത്തം, കഫം എന്നിങ്ങനെയുള്ള 3 ത്രിദോഷങ്ങളാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ത്രിദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ ഘടകങ്ങളാണ്. ഇവയുടെ സമാവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ഭക്ഷണം, വ്യായാമം, ജീവിത രീതി, പരിസരം എന്നിവയൊക്കെയാണ് ത്രിദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെ ഉണ്ടാക്കുന്നത്. വാതം അഥവാ വായു ശരീരചലനങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതാണ്. ചലനം എന്നാൽ മാംസപേശികൾ കൂടാതെ കണ്ണിമ വെട്ടൽ, ശ്വസനം, ഭക്ഷണം വായിൽ നിന്നും ആമാശയത്തിലേക്ക് എത്തിക്കൽ, പിന്നീട് മലദ്വാരത്തിലൂടെ സുഗമമായ വിസർജനത്തിന്, ഇതൊക്കെ വാതം സമാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പൂർണ്ണമായി സംഭവിക്കുന്നത്. വാതകോപം മൂലം സന്ധിവേദന, നാഡീപേശികളിൽ തകരാറ്, കോൺസ്റ്റിപ്പേഷൻ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവുന്നു. പിത്തം എന്നുള്ളത് അഗ്നിയാണ്. ഇത് ദഹന പചനത്തെയും ഹോർമോണുകൾ, എൻസൈമുകൾ, ശരീരത്തിൻ്റെ താപനില ഇവയൊക്കെ നിയന്ത്രിക്കുന്നു. സാധാരണയായി കണ്ടുവരുന്ന പുളിച്ചുതികട്ടൽ, ചർമ്മരോഗങ്ങൾ, ആർത്തവ ക്രമക്കേടുകൾ, രക്തദുഷ്ടി എന്നിവയെല്ലാം പിത്തം മൂലമാണ് ഉണ്ടാകുന്നത്. കഫമാകട്ടെ ജലഭൂതമാണ്. ശരീരത്തിൻ്റെ സ്ഥിരത, ബലം, ജലാംശം ഇവയൊക്കെ നിലനിർത്തുന്നത് കഫമാണ്. അലർജി, ആസ്മ, സൈനസൈറ്റിസ്, അമിതഭാരം, കൊളസ്ട്രോൾ ഇവയൊക്കെ കഫദുഷ്ടി മൂലം ഉണ്ടാവുന്നു. ഈ കർക്കിടക മാസത്തിൽ ശരീരത്തിലെ ദോഷങ്ങൾക്ക് വലിയ വ്യതിയാനം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉഷ്ണകാലത്തിൽ നിന്നും പെട്ടെന്ന് മഴക്കാലത്തിലേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിൽ ഉരുകി തുടങ്ങുന്ന കഫത്തിന് ഉത്ക്ലേശമുണ്ടാവുകയാണ് സംഭവിക്കുന്നത്. കൂടാതെ തണുപ്പ് മൂലം വാതകോപവും ഉണ്ടാവുന്നു. ഇത് നിരവധി അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനെ തടയാൻ വിവിധ തരം ദോഷശോധനാ മാർഗങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മുഖ്യമായ കാരണം ആമം ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആമം എന്ന് വെച്ചാൽ ശരിയായ ദഹനം നടക്കാതെ ബാക്കി വരുന്ന മെറ്റബോളിക് വേസ്റ്റിനെയാണ് ആമം എന്ന് പറയുന്നത്. ശരീരത്തിൽ പാചകാഗ്നിയുടെ കുറവ് മൂലം ദഹനവ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ആമം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് രോഗങ്ങളെ ഉണ്ടാക്കുന്നു. അപ്പോൾ ചികിത്സയുടെ ആദ്യപടി ലഘുവായ ആഹാരമാണ്. കഞ്ഞി പോലെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന ആഹാരം യുക്തമായ ഔഷധം ചേർത്ത് കഴിക്കുന്നത് കർക്കിടക മാസത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ പഞ്ചകർമ്മ ചികിത്സകളായ വമനം, വിരേചനം, വസ്തി, നസ്യം ഇവയൊക്കെ ആണ്ടിലൊരിക്കൽ ചെയ്യുന്നത് ശരീരദോഷങ്ങളെ അഥവാ മലങ്ങളെ ഇളക്കി ബലത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കലാണ്. ഇത് കഫത്തെ ശുദ്ധീകരിക്കുവാനാണ് ചെയ്യുന്നത്. വിരേചനം എന്നാൽ വയറിളക്കലാണ്. ഇത് പിത്തത്തെ പുറന്തള്ളുവാനാണ് ചെയ്തു വരുന്നത്. വസ്തി എന്നാൽ ഔഷധയുക്തമായ എനിമയാണ്. ഇത് വാദത്തിന് ഉത്തമമായുള്ള ഒരു ചികിത്സാ രീതിയാണ്.
നസ്യം എന്നാൽ മൂക്കിലൂടെ മരുന്നുകൾ നൽകി കഴുത്തിന് മുകളിലുള്ള അവയവങ്ങളുടെ ശുദ്ധീകരിക്കലാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി എന്നിങ്ങനെ ആയുർവേദ ചികിത്സ പൊതുവിൽ നാം കണ്ടുവരുന്ന ഈ ചികിത്സാ രീതികൾ പഞ്ചകർമ്മങ്ങൾക്ക് മുമ്പ് ശരീരത്തിന് ബലം നൽകാനും ദോഷങ്ങളെ ഇളക്കി ആമാശയത്തിലേക്കും പക്വാശയത്തിലേക്കും സംഭരിക്കാനുമാണ് ചെയ്യുന്നത്. ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. എന്നാൽ സമയപരിധി മൂലം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എനിക്കിവിടെ സംസാരിക്കാൻ അവസരം തന്ന ബിജു സാറിനും മഞ്ജു മാമിനും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ആശയ്ക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും കേൾക്കാൻ ഉത്സാഹം പ്രകടിപ്പിച്ച നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.